ഇന്ദ്രൻ അറിഞ്ഞെങ്കിൽ രണ്ടുപേരും കൂടി അയാളെ അപ്പൊ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടതല്ലേ ഹർഷേ? അപ്പൊ പിന്നെ ഇന്ദ്രന്റെ സഹായം ഇല്ലാതെ വീട്ടിലേക്ക് അയാളെ കൊണ്ടുവരാൻ അനുപമയ്ക്ക് ബുദ്ധിമുട്ടാ. ചിലപ്പോഴേ അവൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണെങ്കിലോ? നമ്മുടെ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിയല്ലോ ഹർഷേ. ഇനി എന്താ ചെയ്യാ? ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ അയാളെ ചുമക്കേണ്ടി വരുമോ? എനിക്ക് പറ്റില്ല. ആ മനുഷ്യനെ ആരെങ്കിലും എന്റെ മുമ്പിൽ കൊണ്ടുവന്നാ ആട്ടി ഇറക്കും ഞാൻ. ഇത്രയും കാലം എന്നെ മക്കളെ തിരിഞ്ഞു നോക്കാത്ത ആ മനുഷ്യനെ ഞാൻ എന്തിനേറ്റെടുക്കണം? നീ പറ. ഒരു മനസാക്ഷിയുമില്ലാതെ കഷ്ടപ്പാടിന്റെ കടക്കാരുടെ ഇടയിൽ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയവനാ. ഇത്രയും കാലം എവിടെയൊക്കെയോ തെണ്ടിത്തിരിഞ്ഞ് അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ എന്റെ അടുത്ത് വന്നാ ഞാൻ സ്വീകരിക്കണോ? വേണോ? ഒരിക്കലും സ്വീകരിക്കണമെന്നില്ല. കൊണ്ടുവരുന്നവർക്ക് മുന്നിൽ ഈ വാദങ്ങളൊക്കെ ആന്റിക്ക് നിർത്തുകയും ചെയ്യാം. പക്ഷേ ആന്റിയുടെ മക്കളെല്ലാം മറന്ന് അവരുടെ അച്ഛനോട് ക്ഷമിക്കാൻ തയ്യാറായ അയാളെ ആ വീട്ടിൽ കഴിയാൻ ആന്റി സമ്മതിക്കേണ്ടി വരും. അതായിരിക്കും ആന്റിയുടെ ദയനീയമായ തോൽവിയും. അപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നാ ഹർഷ പറയുന്നേ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിനപ്പുറം വിശദീകരിക്കേണ്ട കാര്യമുണ്ട്. ഉചിതമായ തീരുമാനം ആന്റി തന്നെ എടുത്താൽ മതി. അതിന് ആന്റിക്ക് കഴിയും. ആരായിരിക്കും ഈ വരുന്നത്? അയാളുമായിട്ട് ബന്ധപ്പെട്ട കേസൊന്നും ആയിരിക്കില്ലേ എന്റെ ദൈവമേ? പോലീസ് അയാളെ വിട്ടുകൊടുത്തിരിക്കുന്നത് രാധൻമണി തട്ടിപ്പുകാരനാണെന്ന് വിവരം കൊടുത്ത് അനുപമയുടെ കൂടെ ആന്റിയുടെ ശത്രുവായ സ്വന്തം മരുമകൾ തന്നെയാ അമ്മായിയപ്പനെ ഏറ്റെടുത്തിരിക്കുന്നത്. എന്താ സത്യ? മാഷ് വരൂ. ഇന്ദ്രനോടൊപ്പം ഇന്ദ്രേട്ടനും മേടത്തിയും പുറത്തു പോയിരിക്കാം മാഷേ. ഇന്ദ്രനെ വിളിക്കണോ? ഹേ വേണ്ട വേണ്ട, നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ശ്യാമോള് സുഖായിരിക്കുന്നില്ലേ സോനെ? അതെ, മോളെ ഉറക്ക. മാഷെന്താ വിശേഷിച്ച്? വിശേഷമുണ്ട് സുശീലെ. നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത വലിയൊരു വിശേഷമായിട്ട് തന്നെയാ ഞാൻ വന്നത്. സുശീലയുടെ ഹസ്ബൻഡ് ശേഖരൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞ സുശീല വിശ്വസിക്കൂ? അത്ഭുതപ്പെടണ്ട. നിങ്ങളുടെ അച്ഛന്റെ കാര്യം തന്നെയാ സത്യ ഞാൻ പറഞ്ഞത്.
18 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെയൊക്കെ കാണാൻ ശേഖരൻ തിരിച്ചെത്തി. അയാളെയും കൊണ്ടാ ഞാൻ വന്നത്. ദാസേ, ശേഖരൻ ഇങ്ങോട്ട് വിളിക്കും. ശേഖര വാ. ഇതാണ് നിങ്ങളുടെ അച്ഛൻ ശേഖരൻ. സത്യനും സോനയ്ക്കും അച്ഛന്റെ മുഖം ഓർമ്മയിൽ ഉണ്ടാവണമെന്നില്ല. നിങ്ങളന്ന് തീരെ ചെറിയ കുട്ടികളായിരിക്കുമല്ലോ. ഇന്ദ്രൻ ഉറപ്പായും അച്ഛന് ഓർമ്മ കാണും. മോനെ സത്യ, മോളെ സോന, അച്ഛൻ നിങ്ങളെ മറന്നിട്ടില്ല. എന്റെ മക്കൾ ഇത്രയും വളർന്നെങ്കിലും ആ പൊന്നു മക്കൾ ഇപ്പോഴും അച്ഛന്റെ മനസ്സിലുണ്ട്.